കുഞ്ഞാപ്പയെ കുയിലാക്കിയ പഹയൻ. കഴിഞ്ഞ ദിവസം എറണാകുളം കിൻഫ്ര പാർക്കിൽ ഒരു AI സബ്മിറ്റ് നടന്നു. വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാണ് ആ സബ്മിറ്റ് ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് സംഭവിച്ചതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സോഷ്യൽ മീഡിയ വഴി അത് അറിയാത്തവർ ചുരുക്കം. മന്ത്രി കേരളം ലെറ്റസ് ടോക്ക് AI എന്നാണ് എഴുതിയത്. പക്ഷേ ഇവിടെ കേരളം എന്നതിന് പകരം അദ്ദേഹം കോരളം എന്നാണ് എഴുതിയത്. കെ കഴിഞ്ഞിട്ട് ഒരു O വന്നു. അതാണ് പ്രശ്നമായത്. ഏതായാലും ആ ദൃശ്യം നമുക്ക് കാണാം. ഇനി നമ്മുടെ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി എന്ന പ്രിയപ്പെട്ടവർ കുഞ്ഞാപ്പ എന്ന് വിളിക്കുന്ന മന്ത്രിക്ക് വിദ്യാഭ്യാസത്തിന്റെ എന്തെങ്കിലും കുറവുണ്ടോ? അദ്ദേഹം വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാണോ ഇങ്ങനെ എഴുതിയത്? അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ലീഗ് നേതാവായിട്ടുള്ള സിദ്ദിഖ് അലി രങ്ങാട്ടൂർ പറയുന്നത് ഒന്ന് കേട്ടിട്ട് വരാം. നേതാക്കന്മാരെ ഡിഗ്രി കേൾക്കണം. കുഞ്ഞാലിക്കുട്ടി MBA, പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടിയോ MBA, MSCക്കാര് 4 MCOM 4. അവിടം കൊണ്ടും തീർന്നില്ല. തമ്പനയിലെ കുയി എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. മഴ പെയ്യുമ്പോൾ കുയി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇത്ര മനോഹരമാണ് അദ്ദേഹത്തിന്റെ ഭാഷ. കാരണം പ്രാദേശികമായിട്ടുള്ള ഒരു ഭാഷയാണ്, ഏറനാട്ടിലെ ഒരു ഭാഷയാണ്. പലപ്പോഴും അവിടെ ഒഴിവാക്കിയിട്ട് മയ എന്ന് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള വാചകത്തിലാണ് അല്ലെങ്കിൽ വാക്കുകളിലാണ്, ഭാഷയിലാണ് പറഞ്ഞത്. അതിലെ ഒരു തെറ്റും നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. തൃശ്ശൂരുകാർക്ക് അവരുടെ പ്രാദേശിക ഭാഷയുണ്ട്, തിരുവനന്തപുരത്തുകാർക്കുണ്ട്, കോട്ടയംകാർക്കുണ്ട്, എല്ലായിടത്തും പ്രാദേശിക ഭാഷയുണ്ട്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒരുപാട് പേർ ട്രോളുന്നുണ്ട്. എന്നാൽ അത്തരം ട്രോളിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ വരാം. ഉല്ലാസ് ബഹുമാനപ്പെട്ട കുന്നത്തിനുമ്പ് സൂചിപ്പിച്ചു, കുയി അത് നിങ്ങളെ പറയണ്ട, മഴക്കാലായ കുയി റോട്ടിലുണ്ടാവും. കേരള അത് കുയി അത് നിങ്ങളെ പറയണ്ട, മഴക്കാലായ കുയി റോട്ടിലുണ്ടാവും. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തിലേക്ക് വരുന്നത്. മന്ത്രി കുഞ്ഞാലിക്കുട്ടി K എഴുതി. കേരളം എന്നതിന് K ആദ്യം എഴുതുന്നത് നമുക്ക് കാണാം. അതിനുശേഷം അദ്ദേഹത്തിന് സ്വല്പം ഒരു ആശയക്കുഴപ്പമുണ്ടായി. അപ്പോൾ പിന്നിൽ നിന്ന് ഒരാൾ പറയുന്നു E എന്നുള്ള അക്ഷരം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ കുഞ്ഞാലിക്കുട്ടി ആ പറഞ്ഞു കൊടുക്കുന്ന ആളിന്റെ അനുസരിച്ച്, കേട്ട വാക്കനുസരിച്ച് E എന്ന് എഴുതുന്നു. അങ്ങനെയാണ് ഈ പെശകു പറ്റിയത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതാരാണ് മന്ത്രിക്ക് പറഞ്ഞു കൊടുത്ത ഒരാൾ? അതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം കുഞ്ഞാലിക്കുട്ടി അവിടെ വന്ന സമയം മുതൽ ഇദ്ദേഹം കൂടെയുണ്ട്, അദ്ദേഹത്തിന്റെ തൊട്ടു പിന്നാലെ ഉണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അംഗമാണോ, ഇനി കളമശ്ശേരി കിൻഫ്ര പാർക്കിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനാണോ? ഇതാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം വ്യവസായ മന്ത്രി എന്ന നിലയിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രിയാണ്. അങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അദ്ദേഹത്തിന് ഇത്തരത്തിൽ തെറ്റായി പറഞ്ഞു കൊടുത്ത ഇയാൾ ആരാണ് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്ന ചോദ്യം. മന്ത്രിയുടെ സ്റ്റാഫിലെ അംഗമാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇനി അഥവാ കളമശ്ശേരി കിൻഫ്ര പാർക്കിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുത്തെ മേധാവിയായിട്ടുള്ള ആരെങ്കിലും ആണോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. മറ്റൊന്ന്, കുഞ്ഞാലിക്കുട്ടിക്ക് സംഭവിച്ച ആ ഒരു ആശങ്ക ഇദ്ദേഹത്തിനില്ല. ഇദ്ദേഹം വളരെ ക്ലിയർ ആയി തന്നെയാണ് E എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അത് കേട്ട് കുഞ്ഞാലിക്കുട്ടി സ്വാഭാവികമായി ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ പെട്ടെന്ന് അങ്ങ് എഴുതുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞു കൊടുത്തയാൾ ബോധപൂർവം മന്ത്രിയെ വഴിതെറ്റിച്ചതാണോ, അതോ ഈ പറഞ്ഞു കൊടുത്ത ആൾക്കും തെറ്റിയതാണോ, മന്ത്രിയെ പോലെ തന്നെ തെറ്റിയതാണോ എന്ന കാര്യത്തിൽ ഇവിടെ വ്യക്തതയില്ല. ഏതായാലും ആരാണ് ഇദ്ദേഹം എന്നതിനെ സംബന്ധിച്ച് അറിയുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അദ്ദേഹം മന്ത്രിയുടെ സ്റ്റാഫ് അംഗമാണോ, അതോ കിൻഫ്രയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനാണോ എന്നതിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ നമുക്കതെല്ലാവർക്കും ഉപകാരപ്പെടും. ഏതായാലും അദ്ദേഹത്തിന്റെ ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. യുഎൻഡിയോട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു കമ്പനി ഉണ്ട്, ARL ടെക്നോളജീസ് എന്ന് പറഞ്ഞ് 15 ആൾക്കാരുണ്ട്. തനിക്ക് സംഭവിച്ച ഈ അബദ്ധത്തെ കുറിച്ച് മന്ത്രി കുഞ്ഞാലിക്കുട്ടി വിശദമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആൾക്കൂട്ടത്തിന്റെ തിരക്ക് കൊണ്ട് തനിക്ക് സംഭവിച്ചു പോയ ഒരു തെറ്റാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇട്ടിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി FB പോസ്റ്റിൽ തന്റെ ഭാഗം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്.
കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന പരിപാടിയിൽ ആശംസകൾ കുറിക്കുന്നതിനിടയിൽ എനിക്ക് പറ്റിയ ഒരു ചെറിയ അക്ഷരപ്പിശക് വെച്ചുകൊണ്ടുള്ള ട്രോളുകൾ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങളുടെ ട്രോളുകളെല്ലാം ഞാൻ കണ്ടു. എഴുതുന്നതിനിടയിൽ ചുറ്റും ആളുകൾ സംസാരിക്കുന്നത് കേട്ടപ്പോഴുണ്ടായ ഒരു ചെറിയ ആശയക്കുഴപ്പത്തിൽ സംഭവിച്ച ഒരു തെറ്റാണ്. ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നു. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യും. ജനങ്ങളുടെ വിമർശനങ്ങളെയും അഭിപ്രായങ്ങളെയും തികഞ്ഞ ജനാധിപത്യ ബോധത്തോടെ കേൾക്കുകയും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ജനങ്ങൾക്ക് എപ്പോഴും വിമർശിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുമുള്ള പൂർണ്ണ അധികാരമുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നതാണ് UDFന്റെയും ഈ സർക്കാരിൻ്റെയും എൻ്റെയും നയം. ഈ സ്നേഹത്തിനും തിരുത്തലുകൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇങ്ങനെയാണ് മന്ത്രി കുറിച്ചിരിക്കുന്നത്. ഇത് എന്തായാലും ഒരു വലിയൊരു സംഭവമായി എടുക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമുണ്ട്. കാരണം കേരളത്തിൻ്റെ ഒരു മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം എന്തെഴുതിയാലും അത് വാർത്താ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളതാണ് അതിലെ ഒരു കാര്യം. രണ്ടാമത് മനുഷ്യനാണ്. മനുഷ്യന് സഹജമായിട്ട് തെറ്റുപറ്റുന്ന ഒരു ആളാണ്. ഏത് മനുഷ്യനായാലും സഹജമായി തെറ്റുപറ്റുന്ന ഒന്നാണ്. അപ്പോൾ മന്ത്രിക്ക് അങ്ങനെ സഹജമായി അല്ലെങ്കിൽ അദ്ദേഹം ബോധപൂർവ്വം എഴുതിയതല്ല. വളരെ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ആശയക്കുഴപ്പത്തെ തുടർന്ന് കെ കഴിഞ്ഞ് ഇക്ക് പകരം അദ്ദേഹം O എന്നാണ് എഴുതിയത്. അപ്പോൾ കോരളം എന്നായി പോയി. പക്ഷേ ഈ പറഞ്ഞു കൊടുത്ത് അദ്ദേഹം ആശയക്കുഴപ്പത്തിലായ സമയത്ത് തന്നെ പെട്ടെന്ന് ഒരാൾ ബാക്കിലിരുന്ന ഒരാൾ ഇത് എന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അത് കേട്ട് അദ്ദേഹം ഓട്ടോമാറ്റിക്കലി അങ്ങനെ എഴുതിപ്പോയതാണ്. അപ്പോൾ ഈ പറഞ്ഞ ആൾ ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തിരയുന്നത്. ആരാണ് എന്നതിനെ സംബന്ധിച്ച് മന്ത്രിക്കറിയാം, അല്ലെങ്കിൽ കിൻഫ്ര പാർക്ക് അധികൃതർക്കറിയാം. ആരാണ് എന്നതിനെ കുറിച്ച് പ്രേക്ഷകർക്കറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.